ലേഖനം 8-ാം അധ്യായമാണ് നമ്മുടെ വിഷയം. 8-ാം അധ്യായത്തിലെ വിഷയം ഉടമ്പടി അല്ലെ കവണന്റ് എന്നുള്ള വിഷയമാണ്. അതിന്റെ ആദ്യത്തെ ഭാഗം ബെറ്റർ കവണന്റ്, ഏറ്റവും നല്ല കവണന്റ് അല്ലെങ്കിൽ നിയമം ഉടമ്പടി നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ലേഖനകാരൻ പ്രസ്താവിക്കുന്നത്. അതിനുള്ള പല റീസൺസ് അദ്ദേഹം പറയുന്നു. അതിന്റെ 1-2 വാക്യങ്ങളില് ഈ ഉടമ്പടി മേൽ പ്രവർത്തിക്കുന്ന മഹാപുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, സുപ്പീരിയർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അവന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, നമുക്ക് ഇങ്ങനെയുള്ളൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്, ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അവന്റെ പ്രത്യേകതകളെ കുറിച്ച് താഴെ അടുത്ത വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവന്റെ പ്രവൃത്തി അഹരോന്യ പുരോഹിതനെ പോലെ അല്ല, പ്രവൃത്തി തികച്ചവനാണ്, അവൻ ഇരിക്കുന്നവനാണ്. അഹരോന്യ പുരോഹിതൻ ഇരിക്കുന്നില്ല. തന്നെയുമല്ല, ഇവൻ ഇരിക്കുന്നത് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്താണ്, എൻട്രോൺ ചെയ്ത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. അവനെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അഹരോന്റെ പുരോഹിതന്മാരാരും സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യരല്ല, കാരണം അവര് ലേവി പുരോഹിതന്മാരിൽ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ മാത്രമേ ചെയ്യുകയുള്ളൂ. തന്നെയുമല്ല, യേശുവിനെ കുറിച്ച് വായിക്കുന്ന അവന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമം നൽകുകയും ചെയ്തു. ഏറ്റവും ഉയർന്നതായ അനുഭവം തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അതാണ്. അത്രയുമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിലെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രസ്താവിച്ചത്. 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം ആദ്യം. അതാണ് ഇത്ര ഇപ്പോൾ പറഞ്ഞത്. സ്വർഗത്തിൽ മഹിമാസനത്തിന് വലത്തുഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഈ ഉടമ്പടിയിൽ ഈ കവണന്റിൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇനി 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളോട് വായിക്കാം. ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗവും അർപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിക്കാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ലായിരുന്നു. ന്യായപ്രമാണപ്രകാരം വഴിപാട് അർപ്പിക്കുന്നവനുണ്ടല്ലോ. കൂടാരം തീർക്കാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃകപ്രകാരം ഈ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അതെ, അവിടെ അത്രയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, ഈ പുതിയ ഉടമ്പടി മേൽ പ്രവർത്തിക്കുന്ന പുരോഹിതൻ ശുശ്രൂഷിക്കുന്ന ഇടം അഹരോന്യ പുരോഹിതൻ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അത് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഈ ലേഖനം എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതുന്ന സമയത്ത് യെരുശലേമിൽ ദേവാലയമുണ്ട്, യെരുശലേമിൽ പുരോഹിതന്മാരുണ്ട്, യാഗങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പഴയ ലേവ്യ പൗരോഹിത്യത്തിലേക്ക്, ആ പ്രമാണത്തിലേക്ക് ജനങ്ങൾ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണമുള്ള സാധ്യതയുള്ള ഒരു സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ മടങ്ങിപ്പോകാനായിട്ട് താല്പര്യപ്പെടുന്നവരെ ആ പൗരോഹിത്യമല്ല നല്ലത്, അതിനേക്കാൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പുരോഹിതൻ നമുക്കുണ്ട്, ശ്രേഷ്ഠനായവനുണ്ട് എന്നുള്ളതാണ് ലേഖനം എഴുതുന്നത് തന്നെ. അപ്പോൾ ഇവിടെ അക്ഷരീക കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്ന പൗരോഹിത്യ വസ്ത്രം ധരിച്ച പുരോഹിതന്മാർ യെരുശലേമിൽ ഉള്ളപ്പോൾ അവരോട് പറയാണ്, ആ പുരോഹിതനേക്കാൾ നല്ല പുരോഹിതൻ നമുക്കുണ്ട്. അപ്പോൾ ഈ കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുമ്പോൾ ആദ്യ ഭാഗത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞുവല്ലോ, ഇവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്നുള്ളത്. എന്നാൽ ഇവിടെ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എവിടെയാണ് ശുശ്രൂഷിക്കുന്നത്? സ്വർഗത്തിലൊരു ദേവാലയമുണ്ടോ? അവൻ ഇപ്പോഴും ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണോ? അതാണ് ഇവിടെ ഈ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ചുരുക്കമല്ല. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ഇവിടെ പറയുകയാണ്, ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗം അർപ്പിക്കുവാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിക്കുന്നവൻ ഇവനും വല്ലതും വേണം. അപ്പോൾ മഹാപുരോഹിതന്മാരെ എല്ലാം അവർക്കൊരു പൊസിഷൻ അല്ല, ഒരു റാങ്ക് അല്ല കിട്ടിയിരിക്കുന്നത്. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ഒരു മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? വഴിപാടും യാഗം അർപ്പിക്കണം. സാക്രിഫൈസസ് ആൻഡ് ഗിഫ്റ്റ്സ്, വഴിപാടും യാഗം അർപ്പിക്കണം എന്നുള്ളതാണ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ കർത്താവ് ചെയ്യുന്നുണ്ടോ? 5-ാം അധ്യായം നമ്മൾ പഠിച്ചതാണല്ലോ. 5-ന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാവങ്ങൾക്കായി വഴിപാട് യാഗം അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ
മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പുരോഹിതനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ അല്ല ദൈവം മെയിൻ ചെയ്യുന്നത്, ഒരു ശുശ്രൂഷയാണ് ദൈവം മെയിൻ ചെയ്തിരിക്കുന്നത്. ദൈവം പുരോഹിതനായി ആക്കി വെച്ചതിന്റെ ഉദ്ദേശം ദൈവകാര്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്, അവരുടെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അത് 5:1 നമ്മൾ വായിച്ചു. 7:27 അതേ കാര്യം തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. അവിടെ പറയാണ്, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായി ദിനംപ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. അത് മഹാപുരോഹിതന്മാര്, ഐരോന്യ പുരോഹിതന്മാര് ചെയ്യുന്നത് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുക, തനിക്ക് വേണ്ടി ആദ്യം ചെയ്യണം. എന്നാൽ യേശുക്രിസ്തു അപ്പോൾ എന്നും യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എവിടെ എഴുതിയിരിക്കുന്നത്? വൺസ് ഫോർ എ ലൈഫ് ടൈം, ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഒരിക്കലായിട്ട് ചെയ്തു. യേശുക്രിസ്തുവിന്റെ യാഗം അത് ഫലമയാഗമായി തീർന്നത് കൊണ്ട് അത് ഒരിക്കലായി ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു പുരോഹിതനായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തു യാഗവും വഴിപാടും അർപ്പിക്കുന്നവനാണ് എന്നാണ് അവിടെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് യാഗം അർപ്പിക്കാനായിട്ട് പ്രത്യേക സ്ഥലം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും അങ്ങ് യാഗം കഴിക്കാനായിട്ടൊക്കത്തില്ല. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി യാഗം കഴിക്കാനൊക്കത്തില്ല. ദൈവം പ്രത്യേകമായ ആ കാര്യം അവരോട് പറഞ്ഞിരുന്നു. അത് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങളൊന്ന് വായിക്കാം. ആവർത്തനം 12:13-14. ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരു സ്ഥലത്താ മാത്രമേ അവർക്ക് ആരാധിക്കാൻ കഴിയുള്ളൂ. ഹോമയാഗങ്ങൾ നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും കഴിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ആ സ്ഥലം ഏതാണ്? അതാണ് സാങ്ച്വറി. അപ്പോൾ യെരൂശലേമാണ്. നമുക്കറിയാം, ആദ്യമേ സമാന കൂടാരം ഉണ്ടായിരുന്നു. ദൈവം അതിന് പ്രത്യേക ഓർഡർ കൊടുത്തിരുന്നു. നിങ്ങള് മരുഭൂമിയിലായിരിക്കുമ്പോൾ കൂടാരം മാറ്റി മാറ്റി അവരടിക്കുമല്ലോ. അപ്പോൾ അവരുടെ ആ യാത്ര തന്നെ വളരെ അത്ഭുതകരമേറിയതാണ്. ഇന്ന ഗോത്രം ആദ്യം പോകണം, അത് കഴിഞ്ഞ് ഇന്നത് പോകണം. കൂടാരം അടിക്കുമ്പോൾ സമാന കൂടാരം ഇന്നിടത്ത് അടിക്കണം. അവിടെ നിന്ന് അതിന്റെ അടുത്ത ഇന്ന ഗോത്രം വേണം, അതിനടുത്ത് ഇന്ന ഗോത്രം വേണം. അപ്പോൾ ദൈവം പ്രത്യേകമായി കൽപ്പിച്ചിരുന്ന ഒരു സ്ഥലത്താണ് യാഗം അർപ്പിച്ചിരുന്നത്. യെരൂശലേമിൽ ഇസ്രായേൽ ജനങ്ങൾ കനാനിൽ വന്നതിന് ശേഷമായി യാഗം അർപ്പിക്കാനായിട്ട് പറയുമ്പോൾ അവർക്ക് യെരൂശലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു, സാങ്ച്വറി ഉണ്ടായിരുന്നു. അവിടെയാണ് യാഗം അർപ്പിച്ചത്. ഇവിടെ അങ്ങനെ അഹരോന്യ പുരോഹിതന് യാഗം അർപ്പിക്കാൻ സാങ്ച്വറി ഉണ്ടെങ്കിൽ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശുക്രിസ്തു എവിടെയാണ് യാഗം അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് താൻ ശുശ്രൂഷിക്കുന്നത്? 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗം അർപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിക്കുവാൻ ഇവരും വല്ലതും വേണം എന്നാണ് പറയുന്നത്. 9-ാം അധ്യായത്തിന്റെ 24-28 വാക്യത്തിൽ അത് കുറെ കൂടെ വിശദീകരിച്ച് ലേഖനകാരൻ പറയുന്നുണ്ട്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷമാകുവാൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. ഒരു മഹാപുരോഹിതൻ യാഗം അർപ്പിച്ചിട്ട് ആലയത്തിലേക്ക്, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ചെയ്തത് മനുഷ്യർ നിർമ്മിച്ച സമാന കൂടാരത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിലല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഒരിക്കലായി പ്രത്യക്ഷമായി സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് താൻ പ്രവേശിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അത് ലോജിക്കലായിട്ടുള്ള ആൻസർ ആണ്. ഈ ആലയമുണ്ടോ എന്നുള്ളതിനൊക്കെ പറയുന്ന ആൻസർ ആണ് ആ വാക്യങ്ങളിൽ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം, ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകില്ലായിരുന്നു, ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഒന്ന് ചിന്തിച്ചതാണ്. യേശുക്രിസ്തു ഭൂമി, ഇവിടെ ലേഖനകാരൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്, യഹൂദന്റെ
പുരോഹിത പ്രകാരം, ലേവ്യ ക്രമപ്രകാരം യേശു ക്രിസ്തുവിന് ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല. കാരണം ഏത് ഗോത്രമാണ് അവിടെ ആലയത്തിൽ ശുശ്രൂഷിക്കേണ്ടതെന്ന് ദൈവം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഏത് ഗോത്രക്കാരാണ്? ലേവ്യ ഗോത്രക്കാർ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. അപ്പോൾ ആ ജീനിയോളജി അനുസരിച്ച് യൂദന്മാരുടെ അല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരമുള്ള യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിക്കുവാൻ, ആലയത്തിൽ ശുശ്രൂഷിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയുകയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒന്നല്ല, ഓർഡർ ഓഫ് ലേവിയുടെ അല്ലെങ്കിൽ ലേവിയുടെ ക്രമപ്രകാരമുള്ള ഒന്നല്ല യേശു ക്രിസ്തു ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശക്തമായിട്ട് പറയുകയാണ്. അവൻ ഹെവൻലി സാങ്ച്വറിയിൽ, സ്വർഗീയ സാങ്ച്വറിയിൽ, വിശുദ്ധ സ്ഥലത്താണ് ശുശ്രൂഷിക്കുന്നത്. നമ്മളെ പഠിച്ചു വരുന്ന ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ഇനി നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്ന അടുത്ത ഭാഗമുണ്ട്. 110-ാം സങ്കീർത്തനത്തിലെ വിഷയമാണല്ലോ ഇതിന് മുന്നിൽ പറഞ്ഞത്. അവിടെ ദൈവം പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയാണ്, മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ നീ എന്നേക്കും പുരോഹിതൻ എന്ന് ദൈവം സത്യം ചെയ്ത് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുക്രിസ്തു അഹരോന്യ ക്രമത്തിലെ പുരോഹിതനല്ല. അഹരോന്യ ക്രമത്തിൽ ശുശ്രൂഷിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അഹരോന്യ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല. കാരണം യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലായതുകൊണ്ട്. അപ്പോൾ ജീനിയോളജിക്കൽ പ്രകാരമായി യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാണെന്ന് ഓൾറെഡി നേരത്തെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ യെരുശലേമിലുള്ള ദേവാലയത്തിൽ ശുശ്രൂഷിക്കുകയില്ല. അവൻ ശുശ്രൂഷിക്കുന്നത് സ്വർഗീയ ആലയത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനിയും അടുത്ത 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ ചിന്തനീയമായിട്ടുള്ളതാണ്. കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളിച്ചതുപോലെ അവർ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇനി അടുത്ത ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: യേശുക്രിസ്തു മഹാപുരോഹിതനാണെങ്കിൽ ഏത് ആലയത്തിലാണ് ശുശ്രൂഷിക്കുന്നത്? സ്വർഗത്തിൽ ഒരു ദേവാലയമുണ്ടോ? ഇവിടെ പറയുകയാണ്, 2 പദങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദൃഷ്ടാന്തവും നിഴലുമായതിൽ. ടൈപ്പ് എന്ന് അല്ലെങ്കിൽ നിഴലും പൊരുളും പുസ്തകം പഠിക്കുന്ന ഒരു വിഷയമാണ് നിഴലും പൊരുളും എന്നുള്ള വിഷയം. പഴയ നിയമത്തിലെ കാര്യങ്ങളുടെ എല്ലാമില്ല കാര്യങ്ങളുടെ മിക്കതിന്റെയും പൊരുളാണ് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ചില ആളുകൾ എല്ലാം നമുക്ക് ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. അത് ചിലരങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഒരുപാട് മിസ്റ്റേക്ക് വരും. എന്നാൽ ചില ആളുകൾ ചില സംഭവങ്ങൾ വിഷയങ്ങളൊക്കെ ടൈപ്പാണ്, നിഴലാണ്. അത് പുതിയ നിയമത്തിൽ നിറവേറിയതാണ്, നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. ഇവിടെ പറയാണ് നിഴലായതിലാണ് അവര് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പഠിച്ചു വരുമ്പോൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ന്യായപ്രമാണത്തിലെ പല വിഷയങ്ങളും അത് പിക്ചറായിരുന്നു. അതൊരു നിഴല് മാത്രമായിരുന്നു. എന്നാൽ അതിന്റെ ട്രൂ തിങ് അല്ലെങ്കിൽ അതിന്റെ ട്രൂത്ത്, യാഥാർത്ഥ്യം പുതിയ നിയമത്തിൽ നിറവേറിയതായിട്ടാണ് നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നത്. ദൈവത്തിന്റെ ആലയം പണിയാൻ അല്ലെങ്കിൽ സമാന കൂടാരം പണിയുവാനായി മോശയ്ക്ക് ദൈവം ഓർഡർ കൊടുക്കുന്നു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 40-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 25-40 അത് പ്രസ്താവിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരു പാറ്റേൺ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വായിക്കാം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ഒരു പാറ്റേൺ കാണിച്ചു കൊടുത്തു. ആ മാതൃക പ്രകാരമാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും സ്വർഗീയമായതിന്റെ നിഴലായിട്ടുള്ളതാണ് ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ആ വാക്യങ്ങൾ നമ്മൾ പിന്നീട് വായിക്കുന്ന കൊലോസ്യലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ 17-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം നമുക്ക് പരിചയം കാണുമല്ലോ. പെരുന്നാൾ, വാവ്, ശബത്ത് എന്നിവയുടെ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ.
ഇത് ഷാഡോ ആയിരുന്നു, വരാൻ പോകുന്നതിന്റെ ഷാഡോ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ യാഗങ്ങള്, പെരുന്നാളുകള്, ഇതെല്ലാം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് റിയലായിട്ടുള്ള ഒരു തിങ് വരാൻ പോകുന്നു, അതിന്റെ നിഴലായിട്ടുള്ള കാര്യമാണ്. ഇനിയും എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് വരുമ്പോൾ തന്നെ 1-ാം വാക്യത്തിൽ തന്നെ പറയുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ അവിടെ പറയുകയാണ്, ഇത് for the law since it has only a shadow of the good things to come. അപ്പൊ ന്യായപ്രമാണത്തിലെ കാര്യങ്ങളെല്ലാം വരുവാനുള്ളതിന്റെ നിഴലായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ദൈവാലയമുണ്ടോ? സമാന കൂടാരത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം. അപ്പോൾ ദൈവമാണ് അതിന്റെ പാറ്റയും കൊടുക്കുന്നത്. അല്ലെങ്കിൽ സീനായി മലയിൽ മോശയ്ക്ക് ദൈവം കൊടുത്തത് ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു. ആ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോപ്പി ആയിരുന്നു, ഒരു എക്സാക്ട് കോപ്പി. ആ കോപ്പി ആയിരുന്നെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഉള്ള ദേവാലയം, സ്വർഗത്തുള്ള ദേവാലയത്തിന്, അപ്പോൾ ഈ സമാന കൂടാരത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തകച്ചതുപോലെ നീല നൂല് കൊണ്ട്, തൂമ്ര നൂല് കൊണ്ട്, അപ്പോൾ അവിടെ ഫാബ്രിക് ഉണ്ടോ സ്വർഗത്തിൽ, അവിടെ സ്കിന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും. അങ്ങനെ അക്ഷരികമായി തകച്ചതോലോ അല്ലെങ്കിൽ മൃഗത്തിന്റെ സ്കിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കോ സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളതല്ല. ഇതാണ് സ്വർഗത്തിലെ പാറ്റേൺ, റിയൽ ആയിട്ടുള്ളത്. അക്ഷരികമായി ഫാബ്രിക്കും നൂല് സ്കിന്നും ഒന്നും അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് അങ്ങ് ചിന്തിക്കാം. എന്നാൽ സ്വർഗത്തിലുള്ള ഏതോ വിശിഷ്ടമായ, സ്വർഗത്തിലുള്ള ശ്രേഷ്ഠമായ ദേവാലയത്തിന്റെ പ്ലാനാണ് ദൈവം മോശയ്ക്കോട് അതേ രീതിയിൽ തന്നെ ഇവിടെ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ ദേവാലയം ഉണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. നമുക്കത് വായിക്കാൻ ചില വാക്യങ്ങൾ. വെളിപ്പാട് 11:19. Revelation 11:19. അപ്പൊ സ്വർഗത്തിൽ ഒരു ദേവാലയമാണ്, സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അപ്പോൾ ആശ്ചര്യമായി ഒരു ദേവാലയം ഒരു ബിൽഡിംഗ് ആയിട്ട് കാണാനാണോ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ പിന്നെയും നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അങ്ങനല്ല എന്ന് നമുക്ക് മനസ്സിലാകും. വെളിപ്പാട് 21:22 നോക്കിയാട്ടെ, ഒരു സിറ്റി മുഴുവൻ ദൈവത്തിന്റെ ആലയമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മന്ദിരം അതിൽ കണ്ടില്ല, അവിടെ പ്രത്യേകിച്ച് ടെമ്പിൾ ആയിട്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാട് അതിന്റെ മന്ദിരമാകുന്നു. യേശു ക്രിസ്തു തന്നെ ടെമ്പിളായി അവിടെ ആ സിറ്റിയിൽ ന്യൂ ജെറുസലേമിൽ കാണുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ദേവാലയം ഉണ്ട്, ദേവാലയം തുറന്നത് യോഹന്നാൻ കണ്ടു. എന്നാൽ പിന്നീട് പറയുകയാണ് മന്ദിരമായിട്ട് കാണാനില്ല, എന്നാൽ യേശു ക്രിസ്തു തന്നെ, കുഞ്ഞാട് തന്നെ ആ ടെമ്പിൾ ആയിട്ടാണ്. അപ്പൊ ഇനി നമ്മള് ഇവിടെ വലിയ മഹാപീഡനമൊക്കെ നടക്കുന്ന സമയത്ത് യോഹന്നാൻ കാണുന്ന പല കാര്യങ്ങളുണ്ട്. സ്വർഗത്തിൽ ചില സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇവിടെ വലിയ യുദ്ധം ഉണ്ടാകുന്നത്, ക്ഷാമം ഉണ്ടാകുന്നത്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആ സ്വർഗത്തിൽ ആ സമയത്താണ്. നമുക്ക് ചില വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലെ തന്നെ വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. അവിടെ എന്തുകൊണ്ടെന്ന് എഴുതിയിരിക്കുന്നത്? യാഗപീഠം. അപ്പൊ സ്വർഗത്തിൽ കാണുകയാണ്. അവിടെ മുദ്ര പൊട്ടിച്ച് കണ്ടപ്പോൾ സ്വർഗത്തിലെ യാഗപീഠത്തിന്റെ കീഴിൽ ആത്മാക്കളെ കണ്ടു. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? യാഗപീഠത്തിന്റെ കീഴിൽ എങ്ങനെ ആത്മാക്കൾ അവിടെ തീ കത്തുമ്പോഴെങ്ങനെ? പക്ഷെ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അക്ഷരികമായി സ്കിന്നും ഫാബ്രിക്കും അല്ല അവിടുത്തെ വിഷയം. എന്നാൽ സ്വർഗത്തിലുള്ളതിന്റെ ആ പാറ്റേണാണ് മോശയ്ക്ക് കൊടുത്തത്. അവൾ സമാന കൂടാരത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു, ശലോമോന്റെ ദേവാലയത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു. ഇതെല്ലാം സ്വർഗത്തിലുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് ആണ്, അതിന്റെ കോപ്പിയാണ്. അപ്പൊ സ്വർഗത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. അവിടെ യാഗമർപ്പിക്കുന്ന പീഠം തന്നെയല്ല, സുഗന്ധവർഗം ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. 8-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഒരു സ്വർണ്ണ
സ്വർണ്ണ ധൂപകലശം. ധൂപകലശം അത് ആലയത്തിൽ ശുശ്രൂഷിക്കുവാനായിട്ടാണ് പ്രാർത്ഥനയായിട്ട് ഉയരുന്നതിനെ കുറിച്ചൊക്കെ വായിക്കുന്നു. ധൂപകലശം ഉണ്ടായിരുന്നു, യാഗവീണ ഉണ്ടായിരുന്നു. 4:6 നോക്കിയാട്ടെ. വെളിപ്പാട് 4:6. വളന്തിനൊത്ത കണ്ണാടിക്കടൽ. അവിടെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്ന യാഗവീണ സമാന കൂടാരത്തിൽ ഉണ്ടായിരുന്നതായ അതേ വിഷയം തന്നെയാണ് CF ക്ലാസ് എന്ന് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 4:5 വാക്യം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ എന്താണ്? 7 നിലവിളക്കിനെ കുറിച്ച് വായിക്കുന്നു. 7 നിലവിളക്ക്, 7 കൊമ്പുകളുള്ള നിലവിളക്ക് ദേവാലയത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിന്റെയൊക്കെ ചുരുക്കം എന്താണ്? സ്വർഗത്തിൽ ഒരു ദേവാലയമാണ്. സ്വർഗത്തിലെ ദേവാലയത്തിന്റെ ഒരു പതിപ്പ് മാത്രമായിരുന്നു സമാന കൂടാരമോ ശലോമോന്റെ ദേവാലയമോ. അല്ലെങ്കിൽ ഈ ലേഖനം എഴുതുന്ന സമയത്ത് യെരുശലേമിലുള്ള ദേവാലയം ജസ്റ്റ് ഒരു കോപ്പി മാത്രമായിരുന്നു, ഒരു ബ്ലൂ പ്രിന്റ് മാത്രമായിരുന്നു. എന്നാൽ ഒറിജിനൽ ഏതാണ്? ഒറിജിനൽ സ്വർഗത്തിലാണ്. ആ ഒറിജിനലായിട്ടുള്ള ആ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ആളാണ് നമ്മുടെ മഹാപുരോഹിതൻ. ആ സ്വർഗത്തിലെ ദേവാലയം എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയാത്ത രീതിയിൽ ശ്രേഷ്ഠമേറിയതാണ്. എന്നാൽ അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത, പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യേകത. അതാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്നാൽ അവൻ ശുശ്രൂഷിക്കുന്ന ദേവാലയം യെരുശലേമിലുള്ളതോ അല്ലെങ്കിൽ അഹരോന്റെ ക്രമത്തിലുള്ളതോ ആയ ദേവാലയം പോലെയല്ല, സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പി ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആയിട്ടുള്ള ഒന്ന് കാണുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ളത് കാണുന്നത്. പഴയ നിയമത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ പണ്ട് എനിക്കൊന്ന് കാനവച്ചനാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു മകൻ വിദേശത്തേക്ക് പോയി. വിദേശത്ത് പോയിട്ട് വന്നിട്ട് ഒരു നല്ല പിക്ചർ അയച്ചു കൊടുത്തു. അപ്പോൾ എന്നും മോൻ ദൂരെയാണല്ലോ, അതുകൊണ്ട് അപ്പനും അമ്മയും ഈ ഫോട്ടോ കണ്ട് ഇങ്ങനെ ഇതെന്റെ മോന എന്നുള്ള ചിന്ത ആളുകളെ വിളിച്ച് കാണിക്കുക. മോൻ അവധിക്ക് വന്നു, വീട്ടിലിരിപ്പുണ്ട്, വീട്ടിലെ സോഫയിൽ ഇരിപ്പുണ്ട്. അതുപോലെ പിന്നെ വരുന്നവരെ ഇതെന്റെ മോന എന്നും പറഞ്ഞ ആ ഫോട്ടോയിൽ ചെന്ന് ആരും കാണിക്കാറില്ല. മോൻ അവിടെ ഓൾറെഡി ചേറയിലുണ്ട്, മോനെ കണ്ടാൽ മതി. ഇതുപോലെയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവി. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതെല്ലാം ബ്ലൂ പ്രിന്റ് ആയിരുന്നു, ഫോട്ടോ പോലെയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കൊണ്ട് അത് ക്ലിയർ ആയി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി യാഗത്തിന്റെ ആവശ്യമില്ല, ഇനി ഒരു പെരുന്നാളിന്റെ ആവശ്യമില്ല, ഇനി ഒരു വഴിപാടിന്റെ ആവശ്യമില്ല, ഇനി ആ ദിവസങ്ങളൊന്നും പ്രമാണിക്കേണ്ട ആവശ്യമില്ല. 1 മാസം 1 തീയതി ഇന്ന് ചെയ്യണം, 10 മാസം 14 തീയതി ഇന്ന് ചെയ്യണം. ഇതൊക്കെ കൊടുത്തിരുന്നത് എന്തിനാണ്? ഇതെല്ലാം യഥാർത്ഥമായതിന്റെ പൊരുളായത് ആ യേശു ക്രിസ്തുവിന്റെ നേരിലായിട്ടുള്ള കാര്യങ്ങളാണ്. ആ നിഴലായിട്ടുള്ളതിനെ പിന്തുടരാതെ പൊരുളായിട്ടുള്ള യാഥാർത്ഥമായ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാൻ ദൈവം നമുക്ക് അവകാശം ലഭിച്ചിരിക്കുകയാണ്. ഈ എബ്രായ ലേഖനത്തെ കുറിച്ച് ഒരു ദേവദാസൻ എഴുതിയ മനോഹരമായ വ്യാഖ്യാന പുസ്തകം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോഴെവിടെയാണെന്ന് കാണുന്നില്ല. എന്നാൽ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ എഴുതിയ ഒരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ പ്രത്യേകത കനാൻ നാട് ഉറ്റുനോക്കാൻ പോയ ആളുകള് മടങ്ങി വന്നതുപോലെയാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ നിന്ന് അവര് മുന്തിരിക്കൊലയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതെന്താണ് 2 പേര് കൂടി ചുമന്നുകൊണ്ട് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 പേര്, ഒരാൾ മുന്നിൽ ഒരാൾ പുറകെ നിൽപ്പുണ്ട്. ഒരു വലിയ എന്തോ ബ്രാഞ്ച് കമ്പോ ഉണ്ട്, അതിന്റെ നടുക്ക് എന്താണ് ഇരിക്കുന്നത്? മുന്തിരിക്കൊല ഇങ്ങനെ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അതിന് കേടുവരാതെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ മുന്നേ പോകുന്ന ആളിന് മുന്തിരിക്കൊല കാണാൻ പ്രയാസമുണ്ട്. മുന്നേ പോകുന്ന ആളിന് അറിയാം പുറകിലൊരു മുന്തിരിക്കൊല ഉണ്ടെന്ന്. അപ്പം മുന്നേ ആ വിശ്വാസത്തിലാ പോകുന്നത്. പുറകെ വരുന്ന ആളോ ഈ മുന്തിരിക്കൊല എപ്പോഴും കാണാം, അതിന്റെ ഭംഗി ആസ്വദിക്കാം, അത് ടേസ്റ്റ് ചെയ്യാം, ഇതെല്ലാം മുന്നിൽ വെച്ചിരിക്കുക. ഇതാണ് പഴയ നിയമ വിശ്വാസി പുതിയ നിയമ വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പഠിപ്പിക്കുന്നത് ഞാൻ വായിച്ചത് എനിക്ക് ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഇസ്രായേൽ മുന്നേ പോകുന്നവരെ പോലാണ്, പുതിയ നിയമ വിശ്വാസി ഈ മുന്തിരിക്കൊല കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന പുറകെ പോകുന്ന ആളിനെ പോലാണ്. അത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
ഇനി അടുത്ത വിഷയം 6 മുതൽ 8-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള ആ വിഷയം ബെറ്റർ കവണന്റ് എന്നുള്ളതാണ് 8-ാം അധ്യായത്തിലെ വിഷയം. ബെറ്റർ കവണന്റ് പഴയതല്ല, പുതിയത് ദൈവം തന്നിരിക്കുമ്പോൾ അത് ബെറ്റർ ആണെന്ന് പറയാനുള്ള റീസൺസ് ആണ് ഓരോന്നോരോന്ന് പറഞ്ഞു വരുന്നത്. അതിന് ഇവിടെ പറയുന്നു പുതിയ നിയമം, പഴയ നിയമം, പുതിയ നിയമം, ഓൾഡ് കവണന്റ് ആൻഡ് ന്യൂ കവണന്റ്. പുതിയ കവണന്റ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാണ്. അപ്പൊ പഴയത് മാറ്റിയിരിക്കുന്നു. പഴയതിന്റെ തുടർച്ചയല്ല, അഹരോന്യത്തിന്റെ തുടർച്ചയല്ല, അതങ്ങ് സ്റ്റോപ്പായി, അതങ്ങ് എൻഡ് ചെയ്തു. പുതിയത് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ആ പുതിയതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ആ ഉടമ്പടി ശ്രേഷ്ഠമേറിയതാണ്. അഹരോന്യ ഉടമ്പടി പോലെയല്ല, അല്ലെങ്കിൽ ആ പഴയ ലോ പോലെയല്ല, പഴയ നിയമം പോലെയല്ല, പുതിയത് ശ്രേഷ്ഠമേറിയതാണ്. അപ്പോൾ അതിന് ഒന്നാമതായിട്ട് അവിടെ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ എത്ര ശ്രേഷ്ഠനാണെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ആ പുരോഹിതൻ ശുശ്രൂഷിക്കുന്ന ദേവാലയം അത് ഭൂമിയിലെ അക്ഷരീക ദേവാലയമല്ല, സ്വർഗത്തിലെ വിശിഷ്ടമേറിയ ശ്രേഷ്ഠമായ ഒറിജിനൽ ദേവാലയത്തിലാണ് നമ്മുടെ മഹാപുരോഹിതൻ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഈ ഒറിജിനൽ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ എത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ മേലാണ് ഈ പുതിയ നിയമം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് 6 മുതൽ 13 വരെയുള്ള വാക്യം. അത് നമുക്കിനി വിശദീകരിച്ച് പഠിക്കാനുണ്ട്. എന്നാൽ ഞാൻ അതിന്റെ ചുരുക്കം ഇങ്ങനെ അങ്ങ് പറയാം, അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. പറഞ്ഞു തുടങ്ങുന്ന എന്താണ്? 6-ാം വാക്യത്തിൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. മധ്യസ്ഥൻ ഞാൻ പറഞ്ഞാൽ അടുത്ത ആഴ്ച അത് വിശദീകരിച്ച് പഠിക്കാം. ഇന്ന് നമുക്ക് യൂത്ത് സർവീസ് ആണ്. അത് കഴിഞ്ഞ് നെൽസൺ പോകുന്നതിന് വേണ്ടി യാത്രയപ്പിന് സമയം വേണം. അതുകൊണ്ട് ടൈം അല്പം ഷോർട്ടാക്കാനാണ് താല്പര്യപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ നിർത്തേണ്ടതുണ്ട്. മോശയെ കുറിച്ച് വായിക്കുന്നു. മോശ ഓൾഡ് ലോയുടെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്നു മോശ ദൈവത്തോട് അരുളപ്പാട് പ്രാപിച്ച് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ ഭയാനകമേറിയതാണ്. കാഹളനാദം കേൾക്കാം, തീയുണ്ട്, ഇടിമിന്നലുണ്ട്, പർവ്വതം പുകയുന്നുണ്ട്. മോശയെ നോക്കിയപ്പോൾ മോശയുടെ തൊക്ക് പോലും ഷൈൻ ചെയ്യുന്നു. ജനങ്ങളെല്ലാം കൂടെ പറയാണ്, മോശെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, ദൈവത്തിൽ നിന്ന് നീ കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ ഭയപ്പെട്ടു പോയി. ദൈവം അവരോട് അടുത്ത് വന്നു കഴിഞ്ഞാൽ, ആ ദൈവ ശബ്ദം കുറെ കൂടെ ക്ലോസറായി കേട്ട് കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ എന്നുള്ള ഭയം വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ മീഡിയേറ്റർ, നീ മൂലം ഞങ്ങൾക്ക് അത് കേട്ടാൽ മതിയാണ്. അത്രമാത്രം ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭയം ഒത്തിരി നാളൊന്നും നിന്നില്ല. ആദ്യം താമസിയാതെ തന്നെ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്ത ന്യായപ്രമാണങ്ങളെല്ലാം, കൽപ്പനകളെല്ലാം ഈ തീയും പുകയും കാഹളവും കേട്ട അതേ ജനം തന്നെ ലംഘിച്ചു കളഞ്ഞു. അതേ ജനം തന്നെ അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന്റെ ശിക്ഷ പ്രാപിച്ച് ദൈവിക പ്ലാനിൽ നിൽക്കാതെ ഇരുന്നപ്പോൾ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തത് യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്. താഴെ അത് നമ്മൾ വായിക്കുന്നു. 31-ാം അധ്യായത്തിൽ പറയാണ്, ഞാൻ ഒരു പുതിയ നിയമം ചെയ്യും, ഞാൻ എന്റെ നിയമം അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, അവരിനി തെറ്റുകയില്ല. ഇസ്രായേൽ ജനത്തോട് ദൈവം വാഗ്ദത്തം ചെയ്ത നിയമം പാലിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ ദൈവം പറയാണ്, അവരുടെ ഹൃദയത്തിൽ എഴുതി അവരനുസരണക്കേട് കാണിക്കാതെ അവർക്കൊരു പുതിയ നിയമം ഞാൻ കൊടുക്കുമെന്ന് പറയുവാൻ തക്ക ഇടയായി തീർന്നു. അത് നമുക്കാണ് ദൈവം സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. ന്യായപ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുവാൻ നാം കഴിവില്ലാതെ ഇരുന്നപ്പോൾ നമ്മെ അതിൽ നിന്ന്, അതിന്റെ ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യം തന്ന്, എന്നാൽ ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കുവാനായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ലേഖനകാരൻ ഇവിടെ സ്ഥാപിക്കുന്നത് യെരമ്യാ മുഖാന്തരം അരുളി ചെയ്ത ആ വാഗ്ദത്തം, ആ ബെറ്റർ പ്രോമിസ്, ഈ പുതിയ നിയമത്തിന് ബെറ്റർ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ആരോന്യ പുരോഹിതന്മാർക്ക് കൊടുത്ത പ്രോമിസ് പോലെയല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകി എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് ലേഖനകാരൻ തെളിയിക്കുന്നത്. നമുക്ക് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാൽ നാം മനസ്സിരുത്തി അത് ധ്യാനിച്ചാൽ വളരെ ഈസി ആയിട്ട് ഗ്രഹിക്കാവുന്ന വിഷയമാണ്.
അതുകൊണ്ട് 8-ാം അധ്യായത്തിലെ വിഷയം ബെറ്റർ ഗവൺമെന്റ്, പുതിയ നിയമം ദൈവം നമുക്ക് തന്നതിനെ കുറിച്ചാണ്. അത് നാം വായിക്കുക, ചിന്തിക്കുക. അടുത്ത ആഴ്ച നമുക്ക് അതിനെ കുറിച്ച്